ഇന്ന് ആഷാഢമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ ഹരിശയനി ഏകാദശി അഥവാ ദേവശയനി ഏകാദശി അഥവാ പത്മ ഏകാദശി. ഭഗവാൻ മഹാവിഷ്ണു ക്ഷീരസാഗരത്തിൽ ശേഷനാഗത്തിൻ്റെ പുറത്തു കിടന്ന് 4 മാസത്തോളം യോഗനിദ്രയിലേക്ക് പോകുന്ന ദിവസമാണ്. ചാതുർമാസത്തിന് ശേഷം പ്രഭൂതിനി ഏകാദശി ദിവസമാണ് പിന്നീട് ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്നത്. അന്നേ ദിവസം തന്നെ തുളസി കല്യാണം നടക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ ചാതുർമാസങ്ങളിലും തുളസി കൊണ്ടുള്ള പൂജ ചെയ്യുന്നത് ഉത്തമമാണ്. നമുക്ക് ഈ വ്രതകഥ ഒന്ന് കേട്ടു നോക്കാം. ഈ വ്രതകഥ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്ന പോലെയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്ന കഥ മുമ്പ് നാരദ മഹർഷി ബ്രഹ്മദേവനോട് ചോദിച്ച് മനസ്സിലാക്കിയ കഥയാണ്. കഥ ഇപ്രകാരമാണ്. ഇക്ഷ്വാകു വംശത്തിലെ രാജാവായിരുന്നു മാന്ധാത. അദ്ദേഹം വളരെ പ്രജാതൽപരനായ ഒരു രാജാവായിരുന്നു. തൻ്റെ പ്രജകളെയെല്ലാം സ്വന്തം മക്കളെ പോലെയായിരുന്നു അദ്ദേഹം കണക്കാക്കിയിരുന്നത്. മഹാരാജാവിൻ്റെ ഭരണത്തിൽ പ്രജകളെല്ലാം അതീവ സന്തുഷ്ടരായിരുന്നു. ഒന്നിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വരൾച്ച വരികയും ക്ഷാമം നേരിടുകയും ചെയ്തു. മഴയില്ലായ്മ കൊണ്ട് ആളുകൾ പൊറുതിമുട്ടി.